ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ ദാ എന്നുമില്ലാത്തൊരു മഴയാണല്ലേ ഇപ്പോൾ 2 ദിവസമായിട്ട്. എന്തായാലും നമ്മൾ മനുഷ്യരിങ്ങനെ വെയിൽ വന്ന വെയിലിന് കുറ്റം പറയും, മഴ വന്ന മഴേനെയും കുറ്റം പറയും. അങ്ങനത്തെ അവസ്ഥയാണ്. ഇപ്പോൾ അതാ 2 ദിവസമായിട്ട് നല്ല പൊരിഞ്ഞ മഴ തന്നെയാണ്. നമ്മുടെ രാത്രിയിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ എന്താ പറയുക, ഇത്രയും ദിവസം ഭയങ്കര ചൂടല്ലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതാ നല്ല തണുപ്പാണ് കേട്ടോ. രാത്രിയിലായിരിക്കും നല്ല മഴ ഉണ്ടായിരിക്കുക. അപ്പം ദേ ഇന്ന് രാവിലെ തന്നെ ഒരു മഴ ദിവസമായിരുന്നു കേട്ടോ. ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്നത്തേത്. കുറച്ച് നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അടുക്കളയിൽ കയറിയ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്താ കൂട്ടാൻ വെക്കുക എന്നുള്ളത്. അതുതന്നെയായിരുന്നു കേട്ടോ ഞാനൊരു ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഇപ്പോൾ കൂട്ടാൻ വെക്കാനാണെന്ന് വെച്ചാൽ ഒത്തിരി കഷ്ണങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്താ നമ്മൾ വെക്കുക? എന്നും ഈ ചോറ്, സാമ്പാർ, ഉപ്പേരി, അതൊന്നൊരു മാറ്റം വേണ്ടതെന്നൊക്കെ എപ്പോഴും ഇരുന്ന് ചിന്തിക്കും. പക്ഷെ അവസാനം വെക്കണത് ഒരേ സെയിം ആയിരിക്കും. അതിപ്പോൾ പറയാമല്ലോ, നമ്മളിപ്പോൾ പുറത്ത് പോയാൽ നമ്മൾ അങ്ങനെ പോകുമ്പോൾ പറയും എന്തെങ്കിലും വെറൈറ്റി ഫുഡ് കഴിക്കണം, ചിക്കൻ പലതരത്തിൽ അങ്ങനെ വേവിച്ചിട്ട് കഴിക്കണം, അങ്ങനെ പക്ഷേ മെനു വന്ന് ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും ചിക്കൻ ബിരിയാണി ആയിരിക്കും. അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ ആയിട്ട് ഇവിടുന്ന് പറഞ്ഞു പോകും, കുറേ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ അവിടെ തന്നെ എപ്പോഴും ചിക്കൻ ബിരിയാണി മാത്രമാണ് കഴിക്കാറുള്ളൂ. നമുക്ക് ഇതേ ഇന്നൊരു ഫ്രൂട്ട്സ് കട തുടങ്ങിയാലോ? കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഏട്ടൻ പോകുന്നതിന് മുമ്പ് കുറച്ച് പഴവും ആപ്പിളും ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറച്ച് മിച്ചം വന്നതായിരുന്നു കേട്ടോ. ഇപ്പോൾ തലേ ദിവസം തന്നെ ഒട്ടുമിക്കതും കഴിച്ചിട്ടുണ്ടാകും. നമ്മൾ തണ്ണിമത്തൻ പകുതി മുറിച്ചതാണ് കേട്ടോ. പകുതി തലേ ദിവസം രാത്രി തന്നെ നമ്മളെല്ലാവരും കഴിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടത്. ഇനി ഫ്രിഡ്ജിൽ വയ്ക്കാൻ സത്യം പറഞ്ഞ സ്ഥലമില്ല. മറ്റേ പിറന്നാളിൻ്റെ സദ്യ അവിയലായാലും ഉപ്പേരി ആയാലും അങ്ങനത്തെ ഒക്കെ ഫ്രിഡ്ജിൽ നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്താ കൂട്ടാൻ വെക്കുക എന്നുള്ള തീരുമാനത്തിന് ഒടുവിൽ കായം കൊണ്ട് ഞാൻ വിചാരിച്ചു എലിശ്ശേരി വെക്കാമെന്ന്. നമ്മൾ പൊതുവേ മത്തങ്ങ അതുപോലെ വേറെ പയർ അങ്ങനെയൊക്കെ ഇട്ടിട്ടില്ലേ എലിശ്ശേരിയൊക്കെ വെക്കാറുള്ളത്. ചക്ക എലിശ്ശേരി, മത്തങ്ങ എലിശ്ശേരി അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ കായം കൊണ്ട് എലിശ്ശേരി കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാനിത് ഒരു 2ാമത്തെ തവണയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഇതിൽ മുന്നേ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കായലിശ്ശേരി തിന്നാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ നന്നാക്കാനുള്ളൊരു മടിയാണ്. നന്നാക്കി കഴിഞ്ഞാൽ ഫുള്ള് കയ്യിൽ കറ പിടിക്കും. പിന്നെ ഇതാ ഞാൻ ചിയാ സീഡ് ഇട്ടിട്ടുള്ള വെള്ളം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇത് അഖില നമ്മൾ ബർത്ത്ഡേക്ക് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാന്ദ്രേച്ചി ഒരാഴ്ച നല്ല പോലെ ഫുഡ് കഴിക്കും, ഒരാഴ്ച ഡയറ്റ് ചെയ്യും. അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. വീണ്ടും ഡയറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളർ എന്താണെന്ന് ചോദിച്ചാൽ ഗ്രീൻ ടീ ആയിരുന്നു കേട്ടോ. അതിലാണ് ഞാൻ ചിയാ സീഡ് ഇടുന്നത്. ഇതേ കണ്ടില്ലേ ചിയാ സീഡ് ഇട്ട് ഒരു അബദ്ധം പറ്റിയത്. അത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല പോലെ ഇളക്കണം. ഞാനിത് ഫോണും പിടിച്ച് ചിയാ സീഡ് ഇളക്കി. ഇതാണ് അവസ്ഥ. ഒട്ടുമിക്ക കറികളൊക്കെ വയ്ക്കുമ്പോൾ ഇത് തന്നെയാണ് കേട്ടോ. ഫോണിലേക്ക് നോക്കിയിട്ടാവും ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കറി വേറെ രീതിയിലും പോവും, ഫോണിൽ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ അതേ അവസ്ഥയാണ്. ഇതാ ചിയാ സീഡ് ആകെ കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ സൈഡിക്കൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നോർമലാക്കുമായിരുന്നു. ഇവിടെ സ്ഥിരം സ്റ്റോക്ക് വയ്ക്കുന്ന ഒന്നാണ് കേട്ടോ സോയാബീൻ. ഒന്നുമില്ലെങ്കിൽ സോയാബീനെങ്കിലും എടുത്ത് കറി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സോയാബീൻ. ഞാൻ സനുവിനെ ഒന്നില്ലെങ്കിൽ പപ്പടോ സോയാബീനോ അങ്ങനെയാണ് കേട്ടോ കൊടുത്തു വിടാറുള്ളത്. ഇതിന് മുന്നേ ഇവിടെ സോയാബീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ പൊതുവേ പറയില്ല ആന സോയാബീൻ എന്നൊക്കെ, അങ്ങനത്തെ ഒരുമാതിരി നല്ല വലുപ്പമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിക്കാനൊന്നും ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് എപ്പോൾ വാങ്ങുകയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുഞ്ഞ് സോയാബീനാണ് കേട്ടോ വാങ്ങാറ്. അതും ലൂസാണ് കേട്ടോ വാങ്ങുക. പിന്നെ ഇതാ കാടാമുട്ട ഉണ്ടായിരുന്നു. കാടാമുട്ടയിൽ 3 മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. അതിലും ഇതാ ഞാൻ പിശുക്കത്തരം കാണിച്ചു. വെള്ളം വെച്ച് തിളപ്പിക്കാനുള്ള മടി കാരണം ചോറിലിടുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇപ്പോൾ കോഴിമുട്ട അതോ താറാവ് മുട്ടയൊക്കെ ആകുമ്പോഴല്ലേ ഒരുപാട് നേരം വേണ്ടുള്ളൂ. ഈ കാടാമുട്ടയ്ക്ക് ജസ്റ്റ് 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ മാത്രം മതിയില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം ചോറിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന്. പിന്നെ ഇതാ സോയാബീൻ വേവിക്കാൻ വെച്ചു. ഗ്യാസ് എത്ര തുടച്ചിട്ടും നേരെ പറ്റില്ല. ഈ ഒരു കാരണം കൊണ്ടാണ്. ഞങ്ങളുടെ കുക്കർ വെച്ച് എപ്പോഴും വെള്ളം ഫുള്ള് പോവും. ഇപ്പം ഈ അടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. കുക്കർ വിസിലടിക്കൂല, വെള്ളം ഫുള്ള് നിലത്താവും. കുക്കറിന് എന്തോ പ്രശ്നമുണ്ട് തോന്നണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പരിപ്പോ അതുപോലെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് തുറന്ന് നോക്കേണ്ട അവസ്ഥയാണ്. ഞാൻ വിചാരിക്കും 2 വിസിലടിച്ച് നിർത്താമെന്ന്. 2 വിസിലടിച്ചിട്ട് നിർത്തിയാലൊന്നും നമുക്ക് കണക്കറിയില്ല. ഒരു പ്രാവശ്യം നമ്മൾ കുഞ്ഞാറ്റിക്ക് പനിയായിട്ട് പൊടിയേരി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 വിസിലടിക്കട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്ന് ഫസ്റ്റ് വിസിൽ പോലും അടിക്കാതെ തുറന്ന് നോക്കിയപ്പോൾ അവസാനം ചോറൊക്കെ കരിഞ്ഞ് കരിക്കട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു അനുഭവം ഉണ്ടായാൽ പിന്നെ എപ്പോഴും ജസ്റ്റ് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കൂട്ടോ.
ഇവിടുത്തെ കുക്കറിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, എന്താ ചെയ്യുക. പിന്നെന്താ ഞാൻ ചോറ് ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം മുട്ട തിരയേണ്ടതാണ് കേട്ടോ. മുട്ട തിരഞ്ഞ് ഞാൻ അവസാനം കാടക്കൂട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാവും തോന്നുന്നു. ഇങ്ങനെ അതിൽ കിടന്ന് തപ്പി തിരഞ്ഞിട്ട് മുട്ട കിട്ടണില്ല, എന്താണെന്നറിയില്ല. ചിലപ്പോൾ അത് കറക്റ്റ് വെള്ളമൊക്കെ പാകത്തിനല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറേ ഇളക്കി നോക്കിയിട്ടൊന്നും മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ കിടക്കട്ടെ, ഇനിയിപ്പോൾ ചോറ് വാർക്കാരാകുമ്പോൾ എടുക്കാമെന്ന്. എന്നിട്ട് ചോറൊക്കെ വാർത്തതിന് ശേഷമാണ് ആ 2 മുട്ട എടുത്തിട്ട് അമ്പോ ഇനി ഒരിക്കലും എന്തായാലും അങ്ങനെ ചെയ്യില്ല. കുറേ നേരം അതിൽ നോക്കിയിട്ട് കിട്ടാതെ അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട വല്ല ആവിയായി പോയോന്ന്. പിന്നെ ദേ സനുക്കുട്ടി നീച്ച് വരുമ്പോഴേക്കും ഞാൻ സോയാബീനൊക്കെ വേവിച്ച് മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ടെന്ന്. മസാല എന്ന് പറയാൻ മാത്രമല്ല, വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ട് നമ്മൾ സോയാബീൻ വേവിച്ച് കൊടുക്കാറ്, വറുത്ത് കൊടുക്കാറ്. അപ്പോൾ അതാ എൻ്റെ കായ എലിശ്ശേരി പകുതി ആയിട്ടുണ്ട്. കായ നല്ല പോലെ വേവിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കണതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ചോറ് വാർത്ത് വെക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുഞ്ഞാറ്റേനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിൽ കീ കൂന്നൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഉറക്കത്തിലാണ് കേട്ടോ അവൾ. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേഗം സോയാബീനൊക്കെ വറുത്തു. ഇന്നിതാ പീരിയഡ്സും കൂടി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റി. ബർത്ത്ഡേ ഫംഗ്ഷൻ ആയാലും അതുപോലെ വിളക്കത്ത് വിളമ്പാനായാലും അമ്പലത്തേക്കൊക്കെ പോകാൻ പറ്റി. ഇന്ന് 2ാമത്തെ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ പോലും ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ദിവസം എപ്പോഴും ഇങ്ങനെ തലചുറ്റലും ഛർദിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ചേലക്കരയ്ക്കും കൂടി പോകേണ്ട കാരണം നമുക്ക് ലീവ് കിട്ടുമെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ലീവ് എടുക്കാനും പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ നീച്ച് പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കാമല്ലോ. പിന്നെ സനുക്കുട്ടീനെ വിട്ട് കഴിഞ്ഞിട്ടല്ലേ പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ എത്ര നേരത്തെ നീച്ചാലും പണികൾ തീരാനൊരു സമയം എടുക്കും. അതെന്താണെന്ന് മാത്രം അറിയില്ല. നേരത്തെ നീച്ചാലും ഈ ഒരു 9 മണി വരെ ഫുൾ ഓട്ടപ്പാച്ചിലായിരിക്കും. എന്താ പറയുക, അടുക്കളയിൽ കയറിയ ടൈം പോണത് അറിയണില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ആകെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കൂടുതലായിട്ട് കറികളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിറന്നാളിൻ്റെ അവിയലും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വെറുതെ നമ്മൾ കായം കൊണ്ട് എലിശ്ശേരി മാത്രം വെച്ചാൽ മതി. പിന്നെ നമ്മുടെ സോയാബീൻ സനുവിനെ കൊടുത്ത് വിടാം. നിങ്ങൾ വിചാരിക്കില്ലേ ഇതെന്ത് എലിശ്ശേരിയാണ്, നിങ്ങളിപ്പോൾ കളറ് കണ്ടിട്ടോ അല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടോ അങ്ങനെ ആരെയും നോക്കരുത്. അതായത് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെയാണ് കറികൾ വെക്കുന്നത്. അതിപ്പോൾ ഒരാൾ വെക്കുന്ന രീതിയിലാവില്ല മറ്റൊരാൾ വെക്കുന്നത്. ചിലപ്പോൾ ചിലവരുടെ കറികൾ എരിവ് അധികം കൂട്ടാത്തവരായിരിക്കും, ചിലവർക്ക് ഉപ്പ് അധികം പറ്റാത്തവരായിരിക്കും. അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കാം. ആരും ആരെയും താരതമ്യപ്പെടുത്തരുത്. സത്യം പറഞ്ഞാൽ ഒരാൾക്ക് അറിയാവുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് അറിയാവുന്നത്. ഞാനിതാ എൻ്റേതായ ഒരു രീതിയിലാണ് എലിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കായും സാധാരണ മത്തങ്ങ എലിശ്ശേരി ആയാലും ചക്ക എലിശ്ശേരി ആയാലും വെക്കുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കെന്തോ വീഡിയോയിൽ കണ്ടപ്പോൾ എന്തോ ഒരു കളർ ചേഞ്ച് വന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കായ നല്ല പോലെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അതിലേക്ക് പച്ച തേങ്ങയിൽ ജീരകം അരച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് നല്ല പോലെ നമ്മൾ തേങ്ങ വറുത്ത് ഇടുകയാണ് ചെയ്തത്. അതിലേക്ക് കറിവേപ്പില, കടുക്, പിന്നെ ഒരു വറ്റൽമുളകും കൂടി ഇടുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഈ സമയത്ത് എനിക്ക് വറ്റൽമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ കടുകും കറിവേപ്പിലും മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് എലിശ്ശേരി ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയണേ. വേറെ ഞങ്ങളുടെ ഇവിടെ തന്നെ ഓരോരുത്തരും എലിശ്ശേരി വയ്ക്കുമ്പോൾ ജീരകം ചേർക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകെ ഭയങ്കര ക്ഷീണം തോന്നിയിട്ടുണ്ടായിരുന്നു. ഒന്ന് കിടന്നാൽ മതിയെന്നായി. ആ സമയമാകുമ്പോഴേക്കും സനുവും കുഞ്ഞാറ്റി 2 പേരും ഒന്നിച്ചാണ് നീച്ച് വന്നത്. പിന്നെ ആ സനുവിനെ റെഡിയാക്കി മുടിയൊക്കെ കെട്ടിയിട്ട് സ്കൂളിലേക്ക് വിടാനുള്ളൊരു തിരക്കിലായിരുന്നു. എത്ര വയ്യെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്നും ഇതുപോലെ തന്നെയാണല്ലേ, ഒരു റെസ്റ്റുമില്ല. നമ്മളിപ്പോൾ ആണുങ്ങളെ മോശക്കാരായി കാണാൻ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഒരു പീരിയഡ്സ് ടൈമിൽ നമ്മൾ ഭയങ്കര ക്ഷീണിതരായിരിക്കും. നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനോ ഒന്ന് വിശ്രമിക്കാനോ തോന്നുന്ന നിമിഷമായിരിക്കും. പക്ഷേ നമ്മളെക്കാട്ടും ഒട്ടുമിക്ക പേർക്കും ഇങ്ങനെ ഒരു അവസ്ഥയിൽ വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ സ്ഥിരമായിട്ട് അങ്ങനെ റെസ്റ്റ് പോലും ഇല്ലാത്ത ഒട്ടുമിക്ക പേരും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടാവുന്നത് നമുക്ക് സന്തോഷം തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാനിത് പറയാൻ കാരണം എന്താ, ഏട്ടൻ ഇന്നലെ ഉണ്ടോ പൊള്ളാച്ചി പോരാ, അതായത് ഞാൻ പീരിയഡ്സ് ആയ 1-ാം ദിവസം. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും വയ്യായിരുന്നു. ആ ഒരു സമയത്ത് ഏട്ടൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഉലുവ വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിന്ന് എന്താ പറയുക, ഞാൻ കരഞ്ഞു പോയി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എനിക്ക് എന്താണെന്ന് അറിയില്ല, അങ്ങനെ വയ്യാതെ ഇരുന്നിട്ട് ഏട്ടൻ അങ്ങനെ കൊടുത്തു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ.
ഏട്ടൻ പോവുക എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയും കൂടി ചെയ്തു തന്നപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, അറിയാണ്ട് കണ്ണിന്ന് വെള്ളം വീണ് പോയിട്ടാ. പിന്നെ ദേ സനിക്കുട്ടീനെ സ്കൂളിലേക്കൊക്കെ വിട്ടു. അമ്മയുണ്ടോ കൊണ്ടുപോയിട്ട് നമ്മുടെ കുഞ്ഞാറ്റിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഞാൻ ചേലക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ചോറാക്കാൻ വേണ്ടി പാത്രം തിരഞ്ഞപ്പോഴാണ് ഉള്ള പാത്രം മൊത്തം വീട്ടിലേക്ക് കൊടുത്തയച്ചിക്കുക. നമ്മൾ ബർത്ത്ഡേക്ക് കുഞ്ഞാറ്റയുടെ ബിരിയാണിയും റൈസൊക്കെ അല്ലായിരുന്നു, അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് കൊടുത്തയച്ചതാണ് കേട്ടോ. അവിയലായാലും പായസമായാലും. പിന്നെ പാത്രങ്ങളൊന്നും ഇവിടെ തിരഞ്ഞാൽ കാണും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം മേലെ അടുത്ത വീട്ടിൽ നിന്ന് പോയി ഇല മുറിച്ച് വാട്ടി പൊതിച്ചോറ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇത് എലിശ്ശേരി ഉണ്ട്, അവിയലുണ്ട്, ഞാൻ ഉണ്ടാക്കിയ കൂനച്ചാറും എല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടത്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണത് തന്നെ, അല്ലെങ്കിൽ എപ്പോഴും പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത്. പിന്നെ അതാ ഞാൻ രാവിലെ ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഷെയ്ക്ക് കുടിക്കുന്നുണ്ട്. അങ്ങനെ അതേ ക്യാമറയിലേക്ക് സൂം ചെയ്ത് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ അതേ മുഖത്തൊരു കുരു കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ പീരിയഡ്സിൻ്റെ സിമ്പലാണത്. അങ്ങനെ അതേ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് ഒക്കെ സെറ്റായി റെഡിയായി പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലത്തെ രാവിലെ മുതൽ ഒരു 6:30 മുതൽ ഒരു 9 മണി വരെയുള്ള ചെറിയ ചെറിയ തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്താ പറയുക, തട്ടിക്കൂട്ട് എന്ന് തന്നെ പറയാം. ചില സമയത്തൊക്കെ നമ്മൾ പോകാൻ നിൽക്കുമ്പോൾ കൂട്ടാനൊക്കെ ഒരു തട്ടിക്കൂട്ട് പണി തന്നെ ആയിരിക്കും. ഇന്നിപ്പോൾ അതുപോലത്തെ തന്നെയാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ 9 മണിയായി. ഇനിയിപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ സനുവിനെ കൊണ്ടേക്കാൻ പോയിട്ടുണ്ട്, കുഞ്ഞാറ്റും കൂടെ പോയിട്ടുണ്ട്. ഇനി തിരിച്ച് വന്ന് അവൾക്ക് ഫീഡ് ചെയ്തിട്ട് വേണ്ട ഇനി അപ്പോൾ എന്താ എല്ലാവരും വീട്ടിൽ രാവിലെ ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കില്ലേ, നമുക്കൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ ഞാൻ പീരിയഡ്സ് ആയിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മുടെ പിള്ളേരെ ഒരുക്കണം, സ്കൂളിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റും. അത് കഴിഞ്ഞിട്ട് വേണം അപ്പോൾ ചേലക്കരയ്ക്ക് പോകാൻ. അപ്പോൾ പിന്നെന്താ, ഞാനിങ്ങനെ പീരിയഡ്സ് ആയ സിന്ദൂരം ഇടാറില്ല കേട്ടോ. അത് ഞാൻ എവിടുന്നോ കേട്ടതാണ്, അങ്ങനെ പീരിയഡ്സ് ടൈമിൽ നമ്മൾ സിന്ദൂരം ഇടാൻ പാടില്ല അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തോളമായിട്ട് അങ്ങനെ കേൾക്കുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒട്ടുമിക്ക ചില സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ ഞാൻ പീരിയഡ്സ് ആയിരിക്കുന്ന ടൈമിൽ ഞാൻ ഒരിക്കലും അങ്ങനെ സിന്ദൂരം തൊടാറില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണത്. കണ്ടില്ലേ, പീരിയഡ്സ് ആയതിൻ്റെ സിമ്പലാണ് മുഖത്ത് കുരു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ റെഡിയായി പോകാൻ. പിന്നെ ഇതേ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷന് വൈകുന്നേരം ഇട്ടതാണ് കേട്ടോ. എന്താ പറയുക, മടിച്ചീന്ന് വിളിക്കരുത്, തിരുമ്പാനുള്ള മടി കാരണം കൊണ്ടാണ് ഞാൻ ഇന്നും കൂടി ഇട്ട് പോണത്. തിരുമ്മിയിട്ടൊന്നുമില്ല കേട്ടോ. അതായത് ഇപ്പം ഇന്നലെ നമ്മൾ ജസ്റ്റ് ആ ഒരു സെലിബ്രേഷൻ്റെ കുറച്ച് നേരം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു 6 മണി ടു ഒരു 8:30 ആ ഒരു ടൈം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നും കൂടി ഇട്ടിട്ട് പോകും. എന്തായാലും ഇപ്പോൾ ഈ ഡ്രസ്സിന് തിരുമ്പാണല്ലോ. സത്യം ഒരു മടിയാണ്, തിരുമ്പാനുള്ള മടിയാണ്. ഒരു തവണയും കൂടി ഇട്ട് അതും കൂടി ലാഭമായില്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഈ ഡ്രസ്സാണ് ഇട്ട് പോണത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് എത്രയായിട്ട് തോന്നും? നല്ല റേറ്റ് കമ്മിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ ഡ്രസ്സ്. ഇതിൻ്റെ വില വെറും 235 രൂപയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ സേവ് ടൗണിൽ നിന്ന് എടുത്തതാണ്. അത്യാവശ്യം നല്ലൊരു രസമുള്ള ടോപ്പ് തന്നെയാണ് കേട്ടത്. ഇപ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തായാലും 500 ആ ലെവലിൽ എന്തായാലും റേറ്റ് വരും. പക്ഷെ ഒന്നും കൂടി എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഈ ഒരു ഫീഡിങ് ടോപ്പായിരിക്കും നല്ല കംഫർട്ടബിൾ ആയിരിക്കും, നല്ല രസമുണ്ടായിരിക്കും. ഈ ഒരു കളറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത് എക്സലാണ് കേട്ടോ വരുന്നത്. വള്ളിയൊക്കെ ബാക്കിൽ കെട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷേപ്പ് ആക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചേലക്കരയ്ക്ക് പോവുക. ഇനി എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അവർക്ക് ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇനി ഇതുപോലെ വീഡിയോസ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരും വരെ. ബൈ.